അപ്പോൾ നമ്മൾ എം ജിയുടെ കോമറ്റിൻ്റെ 2 വേരിയൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ, രണ്ടും തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ വൈറ്റ് വാഹനം എക്സിക്യൂട്ടീവ് എന്ന ബേസ് മോഡലും ഇത് എക്സൈറ്റ് എന്ന സെക്കൻഡ് വേരിയൻറ്റുമാണ്. ഒരു കോമറ്റ് നിങ്ങൾ വാങ്ങിക്കുന്നത് അത്യാവശ്യം നിങ്ങളുടെ യൂസ് കേസൊക്കെ മീറ്റ് ചെയ്യാനും എക്കണോമിക്കലായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കാനാണ് പലരും കോമറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു സെക്കൻഡ് വേരിയൻ്റ് അഡീഷണൽ 1 ലക്ഷം രൂപ കൂടി ആഡ് ഓൺ ചെയ്ത് വാങ്ങിച്ചാൽ വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ടോ, അല്ലെങ്കിൽ ബേസ് മോഡൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും രണ്ടും തമ്മിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത്. ഇതിൻ്റെ നിലവിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 7,80,000 രൂപയും ഇതിൻ്റെത് 8,80,000 രൂപയാണ്. അപ്പം 1 ലക്ഷം രൂപ നിങ്ങൾ അഡീഷണൽ ആഡ് ഓൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ബേസ് മോഡൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വെർത്താണ്. കാരണം നമ്മളൊന്നും ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഞാനിപ്പോൾ പറയുവാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ബ്ലൂടൂത്ത് കണക്ഷൻ, FM, റേഡിയോ, അങ്ങനെ തുടങ്ങിയ ബേസിക് ആയിട്ട് വേണ്ട ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ അഡീഷണൽ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ പ്രീമിയം ഫീച്ചേഴ്സും കുറച്ചുകൂടി ഒരു വൗ ഫാക്ടറൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ വൈസും അത്യാവശ്യം കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഹെഡ് ലാമ്പ് യൂണിറ്റിലോട്ട് വരുവാണെങ്കിൽ LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ്, നല്ല വിസിബിലിറ്റിയാണ്. അതേസമയത്ത് ബേസ് മോഡിലോട്ട് വരാൻ നേരത്ത് ഹാലാജൻ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്, അത് കുറച്ച് വെട്ടക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ കാണുന്ന ഒരു പോർഷൻ കണ്ട, ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഒരു ക്രോമിയം ഫിനിഷ് മാത്രമേ നൽകിയിട്ടുള്ളൂ. സെക്കൻഡ് വേരിയന്റിലോട്ട് വരുമ്പോൾ അവിടെ DRലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇന്റീരിയറിലും കുറച്ച് ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സൈഡ് പ്രൊഫൈൽ എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് നോക്കാം. സൈഡ് പ്രൊഫൈലിൽ പ്രധാനമായിട്ടും യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ ബേസ് മോഡൽ എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ഒരേ ഡിസൈനിലുള്ള വീൽ കപ്പ്, ഒരേ ടയർ സൈസ്, പിന്നെ ഈ കാണുന്ന ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ്, ഗ്ലാസ് ഏരിയ, ബാക്കി മിറേഴ്സിലോട്ട് വരുവാണെങ്കിലും ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ എല്ലാ വേരിയൻസിലും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെന്റും ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റും എല്ലാ വേരിയൻസിലും നൽകിയിട്ടുണ്ട്. പക്ഷേ ഫുൾ ഓപ്ഷൻ ഇതിന്റെ ടോപ്പിൽ ഒരു മോഡൽ കൂടെ ഉണ്ട്. ആ മോഡലിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷനും കൂടി ലഭിക്കുന്നതാണ്. അതാണ് സൈഡ് പ്രൊഫൈലിൽ പ്രധാനമായിട്ട് മാറ്റം പറയാനുള്ളത്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഈ ഒരു DRL യൂണിറ്റ്. നമ്മുടെ ബേസ് മോഡലിൽ അത് ഇൻഡിക്കേറ്റർ ആയിട്ട് മാത്രമേ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. ഇത് മൾട്ടി ഫംഗ്ഷൻ ആണ്, DRL ആയിട്ടും പ്രവർത്തിക്കും, ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി ഫംഗ്ഷൻ ചെയ്യും. അതാണ് ഫ്രണ്ടിലും സൈഡിലും പറയാനുള്ള മാറ്റം. ഇനി റിയർ സൈഡിൽ പോയിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റിയർ ഡിസൈൻ നോക്കാൻ നേരത്ത് അത്യാവശ്യം കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പിലോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു LED യൂണിറ്റ് അത് കംപ്ലീറ്റ്ലി മറ്റേ ഹലോജനാണ് വരുന്നത്. ബേസ് മോഡൽ ഇതിൽ വരുമ്പോൾ LED യൂണിറ്റ് ആണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് വൈറ്റ് LED ആണ് വരുന്നത്, മറ്റേ ഹലോജനാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടർ യൂണിറ്റ് അതിലൊരു ഡമ്മി പീസാണ്, റിഫ്ലക്ടറായിട്ട് മാത്രമേ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. പക്ഷേ സെക്കൻഡ് വേയിലോട്ട് വരുമ്പോൾ അതിൽ ലൈറ്റ് കത്തും എന്നാണ് പറയേണ്ടത്. പിന്നെ അതേ കോമറ്റ് എന്നുള്ള ബാഡ്ജിങ്, EV ബാഡ്ജിങ്, MGയുടെ ലോഗോ എല്ലാത്തിലും സെയിം ആണ്. പക്ഷേ സെക്കൻഡ് വേയിലോട്ട് വരുമ്പോൾ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ളൊരു ബാഡ്ജിങ് വരും. നമ്മുടെ ബേസ് മോഡലിൽ അങ്ങനെ ഒരു ബാഡ്ജിങ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്വൈത് ഇൻസൈഡ് എന്ന് ഞാൻ ഉടനെ തന്നെ ഒരു ബാഡ്ജിങ് കൊടുക്കുന്നതായിരിക്കും. ബാക്കി ഗ്ലാസ് ഏരിയയിലോട്ട് വരാൻ നേരത്ത് ഇവിടെ FM-ന്റെ ആന്റിന കൊടുത്തിരിക്കുന്നത് കാണാം. സ്റ്റോപ്പ് ലാമ്പ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ബാക്കി ഒരു ചേഞ്ചസും റിയറിലില്ല. അപ്പം ഇത്രയൊക്കെയാണ് റിയറിൽ വരുന്ന മാറ്റം. ഇനി നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അത്യാവശ്യം കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് വേരിയന്റ് ഇന്റീരിയർ കണ്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. കാരണം ഇത് സ്റ്റോക്ക് കണ്ടീഷനല്ല, കാര്യമായ രീതിയിൽ പൈസ മുടക്കി നമ്മൾ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തൊരു ഇന്റീരിയറാണ്. അപ്പം ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെക്കൻഡ് വേരിയന്റ് സ്റ്റോക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് കമ്പാരിസൺ നടത്താം. അല്ലാതെ ഈ കാണുന്ന ലെതർ റാപ്പിങ്ങും ഈ സീറ്റും ഒന്നും കണ്ട് ആരും ഞെട്ടരുത്. ഇതൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഫുൾ ഓപ്ഷൻ വാഹനം എടുത്താൽ പോലും നമുക്ക് കിട്ടത്തില്ല. വീണ്ടും നമ്മൾ അഡീഷണൽ കാശ് മുടക്കി വേണം സീറ്റൊക്കെ നമ്മുടെ ഒരു കംഫർട്ട് രീതിയിൽ കൊണ്ടുവരാൻ. ബേസ് മോഡിലോട്ട് ഫുൾ ഓപ്ഷൻ വരെ ഒരു തല്ലിപ്പൊളി സീറ്റാണ് കൊടുക്കുന്നത്. ഒരു സപ്പോർട്ടും ഇല്ല, തൈ സപ്പോർട്ടും ഇല്ല, സൈഡ് ബോക്സേഴ്സ് ഇല്ല, ഹാൻഡ് റെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. കാരണം ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റ് തൊട്ട് എന്തെങ്കിലും സീറ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റം കൊണ്ടുവരായിരുന്നു. ഇന്റീരിയറുള്ള മൊത്തത്തിലുള്ള കളർ ടോൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ബേസ് മോഡിലുമായിട്ട്. ബേസ് മോഡിൽ ഫുള്ളി ഒരു ഡാർക്ക് ഗ്രേയും ബ്ലാക്കും ആയിട്ടുള്ള കോംബോ ആണ്. പക്ഷേ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു പ്ലസ് ആൻഡ് ഫീൽ ഇന്റീരിയറിലേക്ക് നമുക്ക് ലഭിക്കും. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മറ്റുള്ള സ്ക്രീൻ വളരെ തിന്നായിട്ടുള്ള നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു സ്ക്രീൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ പകുതി പോർഷൻ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും, നമ്മുടെ മീറ്റർ കൺസോൾ, ടയർ പ്രഷർ മോണിറ്ററിങ് തുടങ്ങിയ ഫംഗ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. റേഞ്ച് കാര്യങ്ങൾ, ഓടോ എല്ലാം അവിടെ നമുക്ക് കാണാം. ഈ ഒരു സ്ക്രീനിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് ആണ് ഈ ഒരു സ്ക്രീനിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതും കൊള്ളാം. അവിടെ നമുക്ക് റേഞ്ചും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അതും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു അഡീഷണൽ നമ്മൾ പൈസ കൊടുക്കുന്നതിന് വെർത്തായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് ആ ഒരു സ്ക്രീൻ. ബാക്കി സ്പീക്കറിലോ സൗണ്ടിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല, ബേസ് മോഡലുമായിട്ട് സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റും ചാർജിങ് പോർട്സിലൊന്നും യാതൊരു ചേഞ്ചസ് ഇല്ല, മിററിലും ചേഞ്ച് ഒന്നും ഇല്ല. ഇവിടെ സൺവൈസറിലൊരു മിറർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ബേസ് മോഡലില്ല.
അപ്പം ഇവിടെ ലൈറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ്. ബേസ് മോഡിൽ നമുക്ക് ലെതർ റാപ്പും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ രണ്ട് സൈഡിലും കൺട്രോൾസ് കാണാം. ബേസ് മോഡിൽ ഈ ഒരു സൈഡിൽ മാത്രമേ കൺട്രോൾസ് ഉള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു മീറ്റർ കൺസോൾ ഫംഗ്ഷൻ ചെയ്യാനുള്ള കൺട്രോൾ അവിടെ നൽകിയിട്ടുണ്ട്. ബാക്കി രണ്ട് ഡോറേ ഉള്ളതുകൊണ്ട് രണ്ടിലും പവർ വിൻഡോസിൻ്റെ എണ്ണമൊക്കെ സെയിം ആണ്. ബാക്കി യാതൊരു ചേഞ്ചസും നമുക്ക് പറയാനായിട്ടില്ല. ഇന്റീരിയറിൽ ഇത്രയും മാറ്റങ്ങളാണ് സെക്കൻഡ് വേരിയന്റിൽ വരുന്നത്. ബാക്കി ഇനി റിയർ സീറ്റിൽ കയറിയിരിക്കുന്ന കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബേസ് മോഡൽ ഇന്റീരിയർ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ആ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, ആ തല്ലിപ്പൊളി സീറ്റ് MG ഫുൾ ഓപ്ഷൻ 10 ലക്ഷം രൂപ കൊടുത്താലും നമുക്ക് കിട്ടുന്ന സീറ്റാണ് ഈ കാണുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിലോട്ട് MG ഒരിക്കലും പോകരുതായിരുന്നു. അഡീഷണൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ വണ്ടിക്കാണ് അത്രയും കാശ് മുടക്കി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സീറ്റ് കവറാണ് ആഡ് ഓൺ ചെയ്യുന്നത്. കാരണം അമ്മാതിരി പണിയുണ്ട് സീറ്റ് ചെയ്തു തരുന്നവർക്ക്. അപ്പോൾ അതുപോലത്തെ ഒരു മെനക്കേടാണ് MG ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം കൊണ്ടുവരണം. ബേസ് മോഡൽ പക്ഷേ വേറെ ഒന്നും MG കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ബേസ് മോഡലിൽ തന്നെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇതൊരു സ്പീഡോമീറ്റർ മാത്രമാണ്. പക്ഷേ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് പല യൂസ് കേസ് ഉണ്ട്. ഇതിനിപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ FM, റേഡിയോ, അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ AC കൺട്രോൾസ് എല്ലാം നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഓഡോമീറ്റർ കാണാം, കിലോമീറ്റർ കണ്ട് നിങ്ങൾ ഞെട്ടരുത്. റേഞ്ച്, ബാറ്ററി പെർസെൻറ്റേജ്, ടൈം, എല്ലാ കാര്യങ്ങളും ഈ ഒരു കുഞ്ഞൻ സ്ക്രീനിൽ, ഈ ഒരു 7 ഇഞ്ച് സ്ക്രീനിൽ തന്നെ MG ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിറേഴ്സ് ഒക്കെ നമുക്ക് ബേസ് മോഡിൽ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു കിടിലൻ ഫീച്ചറാണ്. ബാക്കി എന്താ പറയുക, റേഞ്ചിലോ അല്ലെങ്കിൽ പെർഫോമൻസിലോ ഡ്രൈവ് മോഡിലോ ഒന്നും ഒരു ചേഞ്ചസും ഇല്ല. രണ്ട് വാഹനം ഓടിക്കാൻ ഒരേപോലെ തന്നെയാണ്, ഒരേ റേഞ്ചാണ്. പിന്നെ ആ ഇന്റീരിയറിൻ്റെ ഒരു കളർ ടോൺ ഇതാണ് വരുന്നത്. ബ്ലാക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സൺവൈസറിൽ മിററും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള സൺവൈസറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ. ഇത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ ഉപയോഗിച്ച് വേണം ഫംഗ്ഷൻ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ പവറിൻ്റെ എണ്ണത്തിലൊന്നും ഒരു കുറവുമില്ല. ബാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതിൽ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്റീരിയറിലുള്ളത്. അപ്പം രണ്ട് വേരിയൻസും എടുത്താലും വെർത്താണെന്നാണ് എനിക്കിപ്പം പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഔട്ട്രോയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, MG കോമ്പറ്റിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് 3 വേരിയൻസ് ആണ് മെയിൻലി വരുന്നത്. 3ൻ്റെ ബാറ്ററി പാക്കും മോട്ടറും അല്ല ഡ്രൈവിംഗ് മോഡ്സും പെർഫോമൻസും ഒക്കെ സെയിം ആണ്. ആ കാണുന്ന ബേസ് മോഡിൽ എടുത്താലും ഓടിക്കാൻ ഒരുപോലെ ഇരിക്കും, റേഞ്ചും ഒരേപോലെ തന്നെ ഇരിക്കും. ഈ കാണുന്ന സെക്കൻഡ് വേരിയൻ്റ് എടുത്താലും ഒരേപോലെ തന്നെ ഇരിക്കും. സ്റ്റിയറിംഗും ഒക്കെ 2ൻ്റെയും നല്ല ഫ്രീ ആണെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ 3 ഓടിച്ച് കാണിക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം ഓടിച്ചാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ഡ്രൈവിലോട്ടാണ് കടന്നിരിക്കുന്നത്. MG കോമ്പറ്റിൻ്റെ ഒരു യൂസ് കേസ് നമ്മൾ സിറ്റിയിൽ വളരെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ, വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഓടിച്ച് നടക്കാൻ പറ്റിയ ഒരു കാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ ഓഫ് ചെയ്യുന്ന കാര്യം പോലും നമ്മളൊരു സ്മാർട്ട് ഓഫീസായിട്ട് തന്നെയാണ് കൊണ്ടുനടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരം വെളുത്ത വൈകിട്ട് ഓഫ് ചെയ്യുക, കിടക്കാൻ നേരത്ത് കുത്തിയിടുക, എഴുന്നേൽക്കുമ്പോൾ എടുത്ത് ഓടിക്കുക. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. കണ്ട വളരെ കുറഞ്ഞ ടേണിങ് റേഡിയസും കാര്യങ്ങളൊക്കെയാണ്. കണ്ട ഈസി ആയിട്ട് മാനുവർ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നിങ്ങൾ ഓർക്കും ഇതിനൊട്ടും പെർഫോമൻസ് കാണത്തില്ല, നാനോ പോലത്തെ ഒരു വണ്ടിയാണ്. പക്ഷെ നമ്മൾ സ്പോർട്സ് മോഡിലോട്ടൊക്കെ മാറ്റി വെച്ചു കാലം കൊടുത്തു കഴിഞ്ഞാൽ കണ്ട നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇതുപോലെ ഓപ്പൺ റോഡൊക്കെ കിട്ടാൻ നേരത്തും സിറ്റിയിലൂടെ ഒന്ന് ചെത്തി നടക്കണമെങ്കിലൊക്കെ വെച്ചാൽ നമ്മുടെ കാലിന് താഴെ പെർഫോമൻസ് ആണ്. കാലം കൊടുത്തത് കണ്ട 0 to 80 ഒക്കെ കഴിഞ്ഞ് അങ്ങ് വണ്ടി അങ്ങ് കയറി അങ്ങ് പോകും. ഇത്രയും പെർഫോമൻസും ഉണ്ട്. കണ്ട ഈസി ആയിട്ട് ഒന്ന് 100 അടിക്കണം എന്ന് വെച്ചാലും കണ്ട 100. ബ്രേക്കിങ്ങും പക്കയാണ്, 4 ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത്രയാണ് വണ്ടി. എല്ലാ കാര്യത്തിലും നോക്കിയാലും കോമറ്റിൻ്റെ ഒരു യൂസ് കേസ് അല്ലെ കോമറ്റിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വേറെ വണ്ടിക്കില്ല. കോമറ്റ് എടുക്കേണ്ട ഒരു കോമറ്റ് തന്നെ എടുക്കണം. കോമറ്റ് ഇഷ്ടപ്പെടാത്ത ധാരാളം പേരുണ്ട്. എന്നാലും അവരൊന്ന് ഒരു പ്രാവശ്യം ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിയുമ്പോഴും ഇതിൻ്റെ ഇന്റീരിയറിലെ സ്പേസ് കാണുമ്പോഴും ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കി ഇതിൻ്റെ എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കോമറ്റിലോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടാണ് കോമറ്റ്. അതുപോലെ തന്നെ നമുക്ക് പലർക്ക് റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇതെൻ്റെ ഒരു റിലേറ്റീവിന് ഞാൻ റെക്കമെൻഡ് ചെയ്തെടുത്ത വാഹനമാണ്. ഇതും നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വാഹനമാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നൊരു കോമറ്റാണ്. പിന്നെ നമ്മൾ പലർക്ക് കോമറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഏത് വേരിയൻ്റ് എടുക്കണം, ഏത് ഷോറൂമിൽ നിന്ന് എടുക്കണം, എങ്ങനെയാണ് നമ്മൾ വഴിയാണ് എല്ലാം കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ 2 പേർക്ക് സെക്കൻഡ് വേരിയൻറ്റ് സജസ്റ്റ് ചെയ്ത് 2 പേരും സെക്കൻഡ് വേരിയൻ്റെ ബ്ലാക്ക് തന്നെ എടുക്കുകയും ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ഫുൾ ഓപ്ഷനിലോട്ട് പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് മെയിൻലി ഡിഫറൻസ് വരുന്നത് കീലെസ് എൻട്രി. ഇപ്പം ഇതിൽ രണ്ടിലും ഫ്ലിപ്പ് കീ ആണ് വരുന്നത്. അതിലോട്ട് പോകുമ്പോൾ നമുക്കൊരു കീലെസ് എൻട്രി ഓപ്ഷൻ വരും. ബ്രേക്ക് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവും. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ഒരു റിവേഴ്സ് ക്യാമറ, അഡീഷണൽ ഒരു 3 ഫീച്ചർ കൂടി എക്സ്ട്രാ വരുന്നതിന് വീണ്ടും 1 ലക്ഷം രൂപ കൊടുക്കുക. ഒരു കോമറ്റ് 10 ലക്ഷം അല്ലെ 10 ലക്ഷം മുടക്കി എടുക്കാൻ അതിനും മാത്രം വെർത്താണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ബേസിക്കലി ചിന്തിച്ചത് ഏറ്റവും കുറഞ്ഞൊരു EV, പക്ഷെ അത്യാവശ്യം വേണ്ട ഇപ്പോൾ ഫ്ലിപ്പ് കീ, സെൻട്രൽ ലോക്കിങ്, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ,
പിന്നെ ഒരു ഓട്ടോമാറ്റിക് വാഹനം, ഒരു ലാഗും ഇല്ല, പറന്ന് കയറി പോകണം, റേഞ്ചിലും ഡ്രോപ്പ് വരരുത്. അങ്ങനെ നോക്കാൻ നേരത്തെ ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി വർത്തായിട്ടുള്ള വേരിയന്റ് ഈ എക്സിക്യൂട്ടീവ് എന്ന ബേസ് മോഡൽ തന്നെയാണ്. ഇനി നിങ്ങൾ സെക്കൻഡ് വേരിയന്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ 1 ലക്ഷം രൂപ കൂടി ആഡ് ഓൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അത്യാവശ്യം കാര്യമായിട്ടുള്ള ഡിഫറൻസ്. ഇപ്പം വലിയൊരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും, LED ഹെഡ്ലൈറ്റ്, പിന്നെ റിയറിലും ടെയിൽ ലാമ്പ്, അങ്ങനെ കളർ ഓപ്ഷൻ അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. കാരണം ശുദ്ധ പോക്കൃത്തരമാണ് MG കാണിക്കുന്നത്. കാരണം ബേസ് മോഡലിൽ ഒരു ഒറ്റ കളർ ഓപ്ഷൻ മാത്രം, ഈ കാണുന്ന വൈറ്റ്, വേറൊരു ഓപ്ഷൻ പോലും ഇല്ല. വൈറ്റ് ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവർ ആരായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ഓപ്ഷൻ പോലും MG നൽകിയിട്ടില്ല. സെക്കൻഡ് വേരിയന്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ്, ഡ്യുവൽ ടോൺ, ഗ്രേ, ബ്ലാക്ക്, അങ്ങനെ നിരവധി കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന് അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു അടുത്ത അപ്ഡേറ്റിലെങ്കിലും എല്ലാ വേരിയൻസിലും എല്ലാ കളർ ഓപ്ഷനും MG കൊണ്ടുവരണം, കൂടുതൽ കളർ ഓപ്ഷൻ കൊണ്ടുവരണം. കാരണം റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യണ്ടേ. അപ്പം അതിനായിട്ടാണ് ഇപ്പോൾ വണ്ടി നിങ്ങളൊന്നും ഓർത്തുക, കാര്യമായ രീതിയിൽ വണ്ടി ഇറങ്ങുന്നുണ്ട്. പഴയ പോലെ MG കോമറ്റിന്റെ സെയിൽസ്. പിന്നെ ചാർജിങ് പോർട്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. അതിനൊന്നും രണ്ടിനും മാറ്റമൊന്നുമില്ല. സെക്കൻഡ് വേരിയന്റ് തൊട്ട് നിങ്ങൾക്ക് ഒരു 30,000 36,000 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഫാസ്റ്റ് ചാർജിങ്, അത് വലിയ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടൊന്നും പറയുന്നില്ല, AC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആക്കി തരും. അത് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് നൈറ്റ് ചാർജ് ചെയ്യുക, രാവിലെ സിറ്റി കിടന്ന് കറങ്ങുക എന്നുള്ള യൂസ് കേസാണ് കോമറ്റ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് വേരിയന്റ് എടുത്താലും വെർത്താണ്. ഇനിയിപ്പോൾ ബേസ് മോഡിലോട്ട് പോയാലും തെറ്റില്ല എന്നാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡീഷണൽ ഇപ്പോൾ EMI ഒക്കെ ഇട്ട് എടുക്കുന്നവരെ സംബന്ധിച്ച് ചെറിയൊരു ഡിഫറൻസേ സെക്കൻഡ് വേരിയന്റിലോട്ട് വരാൻ നേരത്ത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫുള്ളി ലോഡായിട്ടുള്ള വാഹനം ഓൺ ചെയ്തൊരു ഫീൽ ലഭിക്കും. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മതി, മാക്സിമം റേറ്റ് കുറഞ്ഞ് നിൽക്കണമെങ്കിൽ ബേസ് മോഡിലോട്ട് പോകുന്നത് കൊണ്ടും യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.